ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ചോദിക്കുന്നു, എവിടെയാണ് പ്രശ്നം? പ്രശ്നം മുഴുവൻ റിബൽ ശല്യം മുഴുവൻ CPM-ലാണ്. എത്ര റിബൽ സ്ഥാനാർത്ഥികളാണ്? പാർട്ടി വിട്ടുപോകുന്ന എത്ര പേരാണ് കേരളത്തിൽ മത്സരിക്കുന്നത്? കേരളത്തിലെ CPM-ന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ആലപ്പുഴയിൽ മുൻ മന്ത്രി മത്സരിക്കുന്നു, മുൻ MLA ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു, മുൻ മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി മലമ്പുഴയിൽ മത്സരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് 2 മുതിർന്ന CPM നേതാക്കൾ മത്സരിക്കുന്നു. എവിടെയാണ് കുഴപ്പം? കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ പുറകെ മൈക്രോസ്കോപ്പിക് ലെൻസുമായി നടന്നവരോട് ഞാൻ ചോദിക്കുന്നു, തെരഞ്ഞെടുപ്പിൻ്റെ തിരശീല വീഴാൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അന്തഛിദ്രം. CPM-ൽ പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിനെതിരായി, കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതിനെതിരായി, ഈ പാർട്ടിയുടെ നയങ്ങൾക്കെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നത്. ഇത് പുറത്തു വന്നതാണ്, അകത്ത് നടക്കുന്നത് ഇതിനേക്കാൾ വലുതാണ്. മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഈ റിബലുകൾ മത്സരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ അണിയറയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്കറിയാം, ഞാൻ കൃത്യമായ അറിവോടുകൂടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. ഈ അന്തഛിദ്രം നടക്കുന്നത് CPM-ആണ്. CPM ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശിഥിലമായി പോകും, ഒരു സംശയവും വേണ്ട. അല്ല, അത് സർവേകൾ, തട്ടിക്കൂട്ടിയ സർവേകളും പെയ്ഡ് സർവേകളുമാണ് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത്. ആ സർവേകളുടെ പഴയ പാർലമെന്റിലെ ഞാൻ എടുത്തു കാണിച്ചു തരാം. ഈ പറയുന്ന ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അതിൽ വലിയൊരു സർവേ ഒപ്പത്തിനൊപ്പം ആണ്, ചെറിയ എഡ്ജ് LDF-നാണെന്ന് പറഞ്ഞ ആ സർവേക്കാർ പാർലമെന്റ് ഇലക്ഷനിൽ പറഞ്ഞത് കെ സുധാകരൻ തോക്കുമെന്ന. കെ സുധാകരൻ 1 ലക്ഷം വോട്ടിനെ ജയിച്ചത്. അവർ പറഞ്ഞത് ശൈലജ ടീച്ചർ ജയിക്കും, ഷാഫി പറമ്പിൽ തോക്കുമെന്നാണ്. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അവർ പറഞ്ഞത് ശ്രീകണ്ഠൻ പാലക്കാട് 3-ാം സ്ഥാനത്ത് പോകുന്ന 85,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ശ്രീകണ്ഠൻ പാർലമെന്റിലിരിക്കുക. 2019 അതേ ചാനൽ ഒരു സർവേ നടത്തിയിട്ട് എറണാകുളത്ത് ഹൈബി ഈഡനെ P രാജീവ് തോപ്പിക്കുമെന്ന് പറഞ്ഞു. 2019 ഹൈബി ഈഡൻ P രാജീവിനെ തോപ്പിച്ചത് 1,60,000 വോട്ടിനാണ്. മനസ്സിലായ? ഈ തട്ടിക്കൂട്ടിയ സർവേയും പെയ്ഡ് സർവേയും വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റണ്ട. അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ജനങ്ങളുടെ സർവേയാണ്. 5 നാഷണൽ സർവേയിൽ 85 മുതൽ 90 സീറ്റ് വരെയാണ് UDF-ന് പറഞ്ഞിരിക്കുന്നത്, ഉറച്ച സീറ്റുകൾ. ബാക്കി 15 സീറ്റുകൾ ടൈറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDF തരംഗമാണ്. ആ ടൈറ്റായ സീറ്റുകളും കൂടി നേടിയെടുത്ത് ഞങ്ങൾ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അതാണ് ജനങ്ങളുടെ സർവേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.